അപ്പോൾ ഇന്നലെ നടന്ന രണ്ടാമത്തെ മത്സരം മുംബൈ വേഴ്സസ് ചെന്നൈ. ആദ്യം ബാറ്റിംഗ് ഇറങ്ങിയ മുംബൈ 185 റൺസാണ് 20 ഓവറിൽ സ്വന്തമാക്കിയത്. അവരാരും തന്നെ കാര്യമായ പ്രകടനം എടുക്കാൻ സാധിച്ചില്ല. രോഹിത് ശർമ്മ 0 ഔട്ടായി. രോഹിത് ശർമ്മയ്ക്ക് 0 ഔട്ടാവാണെങ്കിൽ ഏതാണ്ടൊക്കെ റെക്കോർഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ സൂര്യകുമാർ യാദവിനെ ധോണി ഔട്ടാക്കിയത് കിടിലൊരു സ്റ്റംപിങ് തന്നെയായിരുന്നു സൂര്യകുമാർ യാദവിൻ്റെ. അതുപോലെ തന്നെ മറ്റാർക്കും തന്നെ മുംബൈ നിരയിൽ തിളങ്ങാനായില്ല. തിലക് വർമ്മ 31 റൺസ്, അതുപോലെ തന്നെ ചഹർ 28 റൺസ് സ്വന്തമാക്കി. സൂര്യകുമാർ യാദവ് 29. അവരുടെ ഇഷാൻ കിഷൻ മറ്റേ ടീമിൽ, അതായത് സൺറൈസേഴ്സിൽ 106 റൺസ് സ്വന്തമാക്കി. അദ്ദേഹത്തിൻ്റെ ഒരു മികച്ച പ്രകടനം അവിടെ കാണാൻ സാധിച്ചു. പക്ഷേ മുംബൈ പൊട്ടുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ചെന്നൈക്ക് വേണ്ടി ബോളിംഗ് നിരയിൽ തിളങ്ങിയത് നൂർ അഹമ്മദാണ്. 4 വിക്കറ്റ് സ്വന്തമാക്കി. അതുപോലെ തന്നെ ഖലീൽ അഹമ്മദ് 3 വിക്കറ്റും സ്വന്തമാക്കി. മികച്ച ഒരു ബോളിംഗ് പ്രകടനം ഇവർ രണ്ടുപേരും ഭാഗത്തുനിന്ന് കാണാൻ സാധിച്ചു. മറുപടി ബാറ്റിംഗ് ഇറങ്ങിയ ചെന്നൈ കാര്യങ്ങൾ അവരുടെ കൈപ്പിടിയിൽ തന്നെയായിരുന്നു. ചെന്നൈയുടെ കൈപ്പിടിയിൽ തന്നെയായിരുന്നു. രവീന്ദ്ര 65 റൺസ് സ്വന്തമാക്കി. അതുപോലെ തന്നെ ഗേഗ്വാദ് 53 റൺസും സ്വന്തമാക്കി. ജഡേജ 17. മറ്റാരും തന്നെ അവരുടെ ബാറ്റിംഗ് നിരയിൽ തിളങ്ങാനായില്ല കേട്ടോ. ത്രിപാഠി 2 റൺസ് എടുത്തോളൂ. ദൂബെ 9 റൺസ്. ഹൂഡ 3 റൺസ്. സാംകരൻ 4 റൺസാണ്. അവസാനം ധോണി ഇറങ്ങിയിരുന്നു. ധോണിക്ക് 2 ബോൾ ഫേസ് ചെയ്തോളൂ, 0 റൺസ്, നോട്ട് ഔട്ട്. അങ്ങനെ ആദ്യ മത്സരം തന്നെ മുംബൈനെ തോൽപ്പിച്ച് ചെന്നൈ ആദ്യ പോയിന്റ് കരസ്ഥമാക്കി. 4 വിക്കറ്റിൻ്റെ വിജയമാണ് ചെന്നൈ ഈ ഒരു മത്സരത്തിനാണ് സ്വന്തമാക്കിയത്. മുംബൈയിൽ എടുത്തു പറയേണ്ടത് നമ്മുടെ ബോളിംഗ് നിരയിൽ തിളങ്ങിയത് മലയാളി താരം വിഘ്നേഷ് പുത്തൂരാണ്. അദ്ദേഹം 3 വിക്കറ്റ് സ്വന്തമാക്കി 4 ഓവർ എറിഞ്ഞ്. അദ്ദേഹത്തിൻ്റെ മികച്ച ഒരു ബോളിംഗ് പ്രകടനം നമുക്ക് ഈ ഒരു മത്സരത്തിനകത്ത് കാണാൻ സാധിച്ചിട്ടോ. അദ്ദേഹത്തിന് മികച്ച ഒരു ഭാവി കാണുന്നുണ്ട്. മുംബൈയിൽ അദ്ദേഹം നല്ല രീതിയിൽ തന്നെ ബോൾ ചെയ്യുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. 3 വിക്കറ്റാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. അപ്പോൾ ആദ്യത്തെ മത്സരം ചെന്നൈ കൈപ്പിടിയിൽ ഒതുക്കി മുംബൈനെ തോൽപ്പിച്ച്. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പഠിച്ചിരിക്കണം. ബൈ.